ശ്രീ വിനോദ് മാത്യു വിൽസൺ, തരൂർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഇപ്പോൾ തരൂരിനോട് നല്ലൊരു ബന്ധമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിൽ പിന്നെ തരൂരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ തരൂർ തിരുത്തണം എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും എതിരഭിപ്രായമില്ല. ഒരു നടപടി അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നടപടി വേണം, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നടപടി എടുക്കണമെന്നൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും തിരുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല. തരൂർ തിരുത്തേണ്ടി വരുമോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തരമായ ഒരു പ്രശ്നമാണ്. കോൺഗ്രസ് പാർട്ടിയാണ് അത് അഫക്ട് ചെയ്തത്. ശ്രീ മഞ്ജുഷനോട് സൂചിപ്പിച്ചു. പക്ഷെ ഞാൻ ഈ വിഷയത്തെ മറ്റൊരു തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതില് നമ്മളിപ്പോ ഈയിടെ കണ്ടൊരു സിനിമയുണ്ട്. അതിൽ നിവിൻ പോളി പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ചില മനുഷ്യർ അങ്ങനെയാണ്, അവർക്ക് അവരുടേതായ ഒരു വ്യൂസ് ഉണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ തരൂരിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടപെടലും മുഴുവൻ നോക്കിയാൽ എന്തോരം കോൺട്രവേഴ്സികൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ്? കേവലമായ നമ്മൾ സ്ഥിരമായി കാണുന്ന രാഷ്ട്രീയക്കാരിൽ വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്റെ വഴി വെട്ടിത്തെളിച്ചു വന്ന ആളാണ്, ഞാനൊരു വിശ്വ പൗരനാണ്, ഞാനൊരു എഴുത്തുകാരനാണ്. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും വന്നിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹം 2009 എന്റെ ഓർമ്മ, അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഗാന്ധി ജയന്തിക്ക് അവധി വേണ്ട എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ, പാകിസ്ഥാനേക്കാളും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് സൗദി അറേബ്യ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തരൂർ എപ്പോഴും തരൂരിന്റേതായിട്ടുള്ള ഒരു വിഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയും തരൂർ അത് തന്നെയാണ് പറഞ്ഞത്. തരൂരിന്റെ ഒരു ലേഖനത്തിൽ തരൂർ പിന്നീട് എന്താ പറഞ്ഞത്? എന്റെ ലേഖനം വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾ അഭിപ്രായം പറയാൻ പറഞ്ഞു. പലരും അങ്ങനെയല്ല ആദ്യഘട്ടത്തിൽ അഭിപ്രായം പറയാൻ നമുക്കറിയാലോ. തരൂർ എന്തോ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചു, കോൺഗ്രസിനെതിരാണ്, അഭിപ്രായം മുഴുവൻ അങ്ങനെയാണ് വന്നത്. അതിനുശേഷം തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ടോ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തരൂരിന്റെ വോട്ടേഴ്സ് ആരാണ്, അത് മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടി ഇപ്പൊ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ്, അത് തരൂര് നന്നായിട്ട് അറിയാം. തരൂരിന്റെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃത വോട്ടേഴ്സും ചെറുപ്പക്കാരുമാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന, കോൺഗ്രസിലെ അത്തരം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ചെറുപ്പക്കാരായ മനുഷ്യരും, അതുപോലെ തന്നെ തരൂര് കൊള്ളാം, തരൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവട്ടെ, അല്ലെ തരൂരിനെ മുമ്പ് നിർത്തിയാൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരും, സതീശനും സുധാകരനും മാറി നിൽക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം പുറത്തുമുണ്ട്. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം. അദ്ദേഹം ആ പാതയിൽ, ഞാൻ തരൂരുമായിട്ട്, ശ്രീ ശശി തരൂരുമായിട്ട് തിരുവനന്തപുരം സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംസാരവും രീതികളും നമ്മൾ എപ്പോഴും കാണുന്നത് സീസൺഡ് പൊളിറ്റീഷ്യന്റെ ലൈൻ അല്ല. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ തരൂർ ഇവിടെ എടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസുകാരുടെ ആവശ്യം വരും. അത് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യം തന്നെയാണ്. അതാണല്ലോ കെ മുരളീധരൻ പറഞ്ഞത്. 4 തവണ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനം കൊണ്ടാണെന്ന്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇത്തവണത്തെ ഇലക്ഷന് തന്നെ അദ്ദേഹം തോൽവിയുടെ വക്കിൽ നിന്നാണ് ജയിച്ചു വന്നത്. കോൺഗ്രസ് പ്രവർത്തകർ വളരെയധികം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നാവും. പിന്നീട് ഇവിടുന്ന് ജയിച്ചു പോയി കഴിയുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന് വേണ്ട, കോൺഗ്രസ്സുകാരെ വേണ്ട. ആ ഒരു ഇമേജ് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണോ? അതാണ് ഈ സ്വന്തമായി വഴിവെട്ടി വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഏത് സമയവും മറുകണ്ഠം ചാടാൻ ഒരുങ്ങി നിൽക്കുന്നയാളെന്നൊരു പ്രതീതി പോലും അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തരൂർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ് ശ്രീ മഞ്ജുഷയോട് പറയാം. തരൂർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. തരൂര് വോട്ട് ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിൽ എത്തണമെങ്കിൽ തരൂരിന് അറിയാം, കോൺഗ്രസ് പോലെ പ്ലാറ്റ്ഫോമിലാണ് തരൂരിന് ഇപ്പോൾ ബെറ്റർ, അതുകൊണ്ട് തരൂർ ഇവിടെ നിൽക്കുന്നു, വോട്ട് വേണം. തരൂർ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? തരൂരിന്റെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്റെ വിഷനുണ്ട്, ഞാൻ പുസ്തകം വായിക്കുന്ന ആളാണ്, ലോകം കാണുന്ന ആളാണ്. പൊളിറ്റിക്സിനകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായിട്ട് നല്ലതിനെ നല്ലതായി കാണുകയും അഭിപ്രായം, നമ്മൾ ഈ നല്ലതിനെ നല്ലതായി കാണുക എന്ന് പറയുന്ന എതിർപ്പുകൾ അതോടുകൂടി ഇല്ലാണ്ടാവുക എന്നുള്ളതല്ല. മറിച്ച് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുഡ് പൊളിറ്റിക്സ്, ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു വിഷൻ പൊളിറ്റിക്സ് ലോകത്തെല്ലായിടത്തും അത് കടന്നു വരികയാണ്. കേരളത്തിലും ഇന്ത്യയിലും അതില്ല. ശരിയാണ്, സത്യമാണ്. നമുക്കിപ്പോ ഒരു നല്ല കാര്യം എതിർ പാർട്ടി നിൽക്കുന്നവൻ ചെയ്താൽ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച്, ഒരു സീസൺഡ് പൊളിറ്റിക്സ് അവന് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പാർട്ടിക്കാർ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകും. കാരണം ഇവരെല്ലാം ഇമോഷണലിയാണ് ചിന്തിക്കുന്നത്. അപ്പൊ തരൂർ അവിടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ തരൂരിന് വോട്ട് നേടി അധികാരത്തിൽ വരാൻ കോൺഗ്രസിനെ വേണം. സ്വാഭാവികമായും പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറും. ആ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അദ്ദേഹം എടുത്തണിയും. അതിനുശേഷം തരൂര് വീണ്ടും തരൂരിന്റെ ഒരു വിശ്വ പൗരനിലേക്ക് മാറുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് തരൂർ എപ്പോഴും ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അല്ല, തരൂർ ഒരിക്കലും ഇത് അറിയാതെ പറയുന്നതോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്നതോ അല്ല.
തരൂർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ഈ രാഷ്ട്രീയക്കാരന്റെ കുപ്പായത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി നല്ലതിനെ നല്ലതായിട്ട് കാണും. അദ്ദേഹം അങ്ങനെയല്ല സംസാരിക്കുന്നത്, നമ്മൾ നല്ലതിനെ നല്ലതായിട്ട് കാണും. അതുകൊണ്ട് തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അത് വെട്ടിലാക്കുകയോ അവരുടെ പ്രീതി കുറയ്ക്കുകയോ എന്നതിന്റെ അപ്പുറത്തേക്ക് തരൂര് പറഞ്ഞ വിഷയം, അതിൽ CPM-ന് കൊടുത്തിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് അത് ശരിയാണോ, അല്ലെങ്കിൽ തരൂര് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ എത്ര ശരിതെറ്റുകളും സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കാര്യം, ഒറ്റ കാര്യങ്ങൾ അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, കോൺഗ്രസ് വിശാലമായ ഇത്തരം ചർച്ചകളൊക്കെ സ്വീകരിക്കുമായിരുന്നു, വിശാലമായ ഇത്തരം ചർച്ചകളൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ശശി തരൂരിനെ ഒതുക്കേണ്ട ഒരു സാധ്യത കേരളത്തിലെ ഇവിടുത്തെ പ്രോമിനന്റ് ആയ ലീഡേഴ്സിനുണ്ട്. കാരണം നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടി ഇപ്പൊ അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നെങ്കിലും ഈ നമ്മൾ പറയാറില്ലേ, അയലിട്ട ഒരു തുണി പോലെയാണ്. അപ്പൊ സ്വാഭാവികമായും തരൂരിനെയൊക്കെ മുൻനിർത്തി കേരളത്തിൽ CPM-നെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്ന ഭയത്തിൽ തരൂരിനെ ഇതിനു മുമ്പേ വെട്ടാൻ തീരുമാനിച്ച കോഴിയാണ് തരൂർ. പക്ഷെ തരൂരിന് ഒരു അവസരം കിട്ടില്ല. കാരണം നമുക്കറിയാം, AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് പോലും തരൂരിന് ഇത്രയും ഒരു പ്രോമിനന്റ് പ്ലേസ് കോൺഗ്രസിൽ കിട്ടുന്നുണ്ടെങ്കിൽ തരൂരിന്റെ ബേസും തരൂരിന്റെ അടിത്തറയും പുസ്തകം വായിക്കുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണെന്ന് അറിയാവുന്ന കോൺഗ്രസിന് അദ്ദേഹത്തെ എളുപ്പം വെട്ടിമാറ്റാൻ കഴിയില്ല. ഇത് തരൂരിന് ബോധ്യമുണ്ടായതുകൊണ്ടാണ് തരൂർ ഇവരുടെ ഇത്തരം ഉമ്മാക്കികൾ കാണുമ്പോൾ ഭയപ്പെട്ട് പിന്മാറാൻ നിൽക്കുന്നത്. ശരി, ശ്രീ ഷാബു